എൻ്റെ വീഡിയോസിൽ അധികമൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത ഒരാളാണ് കേട്ടോ എൻ്റെ ഭർത്താവ്. പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും എൻ്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നൊക്കെ ഒരുപാട് എൻ്റെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ ചേട്ടൻ. അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എന്ത് വീഡിയോസ് എടുത്താലും, ഡാൻസ് ആയാലും പാട്ടായാലും ആക്ടിങ് ആയാലും എന്തെടുത്താലും ആദ്യം ഇങ്ങനെ കാണിച്ചിട്ട് കൊള്ളാമോ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റോ കുറ്റോ കുറവോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അതിനുള്ള എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തിയതിന് ശേഷമായിരിക്കും ഞാനത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോസിന് ഏറ്റവും കൂടുതൽ ഏറ്റക്കുറച്ചിൽ കണ്ടുപിടിക്കുന്ന ആദ്യത്തെ ആളാണ് അത്. പിന്നെ വീഡിയോസിൽ വരാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ഇഷ്ടമല്ല കേട്ടോ, വലിയ താല്പര്യമൊന്നുമില്ല അതിൽ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ കാണാതൊക്കെയാണ് ഓരോ വീഡിയോസ് ഇങ്ങനെ ചെയ്യേണ്ടത്, ഇങ്ങനെ കൊണ്ടുവരണതൊക്കെ. അങ്ങനെ എടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും വഴക്കൊന്നും പറയത്തില്ല കേട്ടോ. അങ്ങനെ ഒന്നിനങ്ങനെ എതിര് നിൽക്കാത്ത ഒരാളാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഭാഗ്യവതിയാണ്. അങ്ങനെ ചേട്ടൻ ഷൂട്ട് കഴിഞ്ഞിട്ട് നാട്ടിൽ വരുന്ന ഒരു സമയം എടുത്തൊരു വീഡിയോ ആണേ. ഞങ്ങൾ പുറത്തോട്ട് പോയി ട്രിവാൻഡ്രത്ത് ഒരു ഫംഗ്ഷന് പോയതാണ്, ഫാമിലി ഫംഗ്ഷന്. പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് സ്റ്റുഡിയോയിൽ കയറിയത്. സ്റ്റുഡിയോയിൽ കയറിയപ്പോൾ അവൾക്കൊരു കുഞ്ഞ് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞാണ് കയറിയത്. പക്ഷെ അവൾ വാച്ച് ബാഗ് അതൊക്കെ നോക്കി വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ അടങ്ങ് ഒരു പൊടിക്ക്, ഞാൻ നിനക്ക് എല്ലാം വാങ്ങിച്ചു തരാം, നീ ആദ്യം ഡ്രസ്സ് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് നേരെ നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് വന്നു. അവിടെ പോയപ്പോൾ പിന്നെ ഏതെടുക്കട്ടെ എന്നുള്ള രീതിയിലായി. എന്ത് വെറൈറ്റി ഡ്രസ്സുകൾ. പിന്നെ സ്റ്റുഡിയോയിൽ അങ്ങനെ ആണല്ലോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഒരു ഡ്രസ്സും എടുത്തു. പിന്നെന്താ, ചെരുപ്പ് നോക്കാൻ പറഞ്ഞു ചേട്ടൻ. അപ്പം എനിക്ക് ചെരുപ്പുണ്ട്, എന്നാലും ഒരു ചെരുപ്പും കൂടെ നീ നോക്കുമെന്ന് പറഞ്ഞു. ആ വലത് കാലിൽ കിടക്കുന്നത് ചേട്ടൻ നോക്കിയതും ഇടത് കാലിൽ കിടക്കുന്നത് ഞാൻ നോക്കിയതാണ്. എനിക്ക് പക്ഷേ ചേട്ടൻ രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ചേട്ടൻ ഒരു ഹീലുള്ള ചെരുപ്പും കൂടെ എടുത്തിട്ട് വന്നിട്ട് അതാ കൊണ്ടുവരണം ഈ ചെരുപ്പ്. പക്ഷേ എനിക്ക് ജന്മന മുട്ടിന് ഒരു ചെറിയൊരു വളവ്, അതിന് പെട്ടെന്ന് ആർക്കും മനസ്സിലാവത്തില്ല. ജന്മന മുട്ടിനൊരു ചെറിയൊരു വളവുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ എന്തിനാണിത് ഇട്ട് വീണിട്ട് ആൾക്കാർക്കൊരു ബാധ്യതയാവുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ അവിടെ ഉരുത്തള്ളി. എന്നിട്ട് ചേട്ടൻ ഇഷ്ടപ്പെട്ട ആ ചെരുപ്പിനെ അങ്ങോട്ട് എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ചെരുപ്പ് ഇട്ടപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. 299 രൂപയാണ് ആ ചെരുപ്പ്. നല്ല രസമുണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ തന്നെ വാങ്ങിച്ചൊരു ചെരുപ്പാണ് എൻ്റെ കാലിൽ കിടക്കുന്നത്. പിന്നെ ചേട്ടൻ ഇത് വന്നതുകൊണ്ട് ഇനി എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് എടുത്തതാണ്. അത് കഴിഞ്ഞ് നേരെ ക്യൂടെക്സ്, ലിപ്സ്റ്റിക്ക് ആ സെക്ഷനിലോട്ട് പോയി. എനിക്ക് സ്റ്റുഡിയോയിലെ ലിപ്സ്റ്റിക്ക് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അവൾക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തതാണ്. ക്യൂടെക്സ് വാങ്ങിച്ചു. എന്നിട്ട് ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ നേരെ റാഫിയിലോട്ട് പോയി. വഴിമുക്കിലെ റാഫിയിൽ ഫുഡ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രൊമോഷനൊന്നും അല്ല, ഫുഡ് ടേസ്റ്റ് ഉള്ളത് ടേസ്റ്റ് എന്ന് തന്നെ പറയാം. അവിടെ നിന്ന് കുബൂസും അൽഫാമൊക്കെ കഴിച്ചു, പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. എനിക്ക് പൊന്നസിന് വല്ലപ്പൊരിക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണിത്. നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമേ. ടാറ്റാ.